ഹലോ വെൽക്കം ടു ചിത്ത വീഡിയോ ലൈറ്റ്സ്. ഇത് നിങ്ങൾക്ക് ആർക്കും അത്ര പരിചിതമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ല. ഇതിന്റെ പേര് ഗോൾ കത്തീര അഥവാ ബദാം പിസ് എന്നാണ്. വേനൽക്കാലത്ത് ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും പറ്റിയ സാധനമാണ് ഗോൺ കത്തീര. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലായിരിക്കും പിറ്റേന്ന് നമ്മൾ അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അതായത് ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് ഗോൺ കത്തീര കിട്ടുക. ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് ചിയാ സീഡും കസ്കസും ആണ്. ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള രീതിയിലാണ് നമ്മളിത് എടുക്കുക. അതിനുശേഷം ഗോൺ കത്തീര വെച്ചിട്ട് നമുക്കൊരു 4 ടൈപ്പിലുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ കുറച്ചു മാത്രം ഗോൺ കത്തീര യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി സോക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈം ജ്യൂസ് ആണ്. അതായത് കസ്കസും ലൈമും ഗോൺ കത്തീരയും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലൈം ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഏകദേശം ഒരു 1.25 സ്പൂണോളം കസ്കസ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം ഒരു 1.25 സ്പൂണോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലൈം ജ്യൂസ് ക്യൂബാക്കി വെച്ചിരിക്കുന്നതാണ് ആഡ് ചെയ്തത്. അതിനുശേഷം പിന്നീട് നമ്മൾ നല്ല തണുത്ത വെള്ളം ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നതല്ല ഗോൺ കത്തീര. ഭയങ്കര പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഗമ്മാണത്. ചെടികളിൽ നിന്നുള്ള പ്രകൃതിദത്തമായ ഒരു പശ. അങ്ങനെയാണ് ഗോൺ കത്തീര അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പൊ ഐസ് ക്യൂബ് ആയതുകൊണ്ട് അത് അലിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളിപ്പോ നോർമൽ ലൈം ജ്യൂസ് ആണ് ഒഴിക്കുന്നത് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അതിനുശേഷം നമുക്കൊരു 1.25 സ്പൂൺ ഗോൺ കത്തീര ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളാവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഭയങ്കര ഒരു ഫുൾഫിൽ ഫീലാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നീട് നമുക്ക് കുറച്ച് സമയത്തേക്ക് ആഹാരവും വെള്ളവും ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഹെൽത്തിനും ഏറ്റവും അനുയോജ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വരെ ആ ഒരു ജലാംശം ഇത് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം ബേസിക്കലി ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ് ആണ് ആദ്യം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഡയറ്റ് പ്ലാനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് ഐറ്റം ആണ് കേട്ടോ. ഗോൺ കത്തീരയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഭയങ്കര അടിപൊളി ഒരു സാധനമാണ്. ഒരുപാട് ആളുകൾക്ക് ഗോൺ കത്തീരയെ കുറിച്ച് അറിയില്ല. എനിക്കും അറിയുമായിരുന്നില്ല. അമ്മ പറഞ്ഞതിന് ശേഷമാണ് ഞാനും ഇതിനെക്കുറിച്ച് അറിയുന്നത്, പിന്നീട് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം, നിങ്ങൾക്കൂടി ഉപകാരമുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചിയാ സീഡ് ഗോൺ കത്തീര ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡയറ്റ് പ്ലാനിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു റീഫ്രഷിങ് ജ്യൂസ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഡയറ്റ് ഒന്നുമില്ല. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഗോൺ കത്തീര ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല തണുത്ത പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ആ ഒരു ഗ്ലാസിന്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കും. അതിന് 2 ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഒരു ഗോൺ കത്തീര മിൽക്ക് ഷേക്ക് ആണ്. നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പറേഷൻ സ്മാഷ് ചെയ്തിട്ടുള്ള മാംഗോയും മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വേറൊരു ഷേക്ക് ആണ്. ഞാനിപ്പോ ഇവിടെ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഏത് ഫ്രൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2 ടീസ്പൂൺ ഗോൺ കത്തീര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തന്നെയെന്ന് നിർബന്ധമൊന്നുമില്ല. ഷുഗർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്കും നമ്മൾ നല്ല തണുത്ത പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാലൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു മിൽക്ക് മാംഗോ ഷേക്ക് ആയിട്ടുണ്ട്. അതും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈ ഉണ്ടാക്കിയത് 4 ജ്യൂസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിയാ സീഡ് കൊണ്ട് ഉണ്ടാക്കിയത് ഒരു ഡയറ്റ് പ്ലാനിലുള്ള ജ്യൂസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് മധുരം ഇല്ലാതെ കഴിക്കണമല്ലോ. അപ്പൊ അത് എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല. പക്ഷെ മധുരം യൂസ് ചെയ്യാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ബെറ്റർ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലെ ബിഗിനർ ആയിട്ടുള്ള എന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.